ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അതിനാദ്യം നമ്മൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ തൈര് എന്നിവ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി പുരട്ടി അരമണിക്കൂർ മാറ്റി വെക്കുക. പാൻ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് ബട്ടറിലേക്ക് സ്പൈസസായ കറുവാപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു, പെരുംജീരകം എന്നിവ ഇട്ട് ചൂടാക്കുക. അതിനു ശേഷം സവാള ഇട്ട് നന്നായി വഴറ്റുക. സവാള വഴറ്റി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഇടുക. സവാള ബ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റുക. കൂടെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അത് ഇളക്കുമ്പോൾ അതിനകൂടെ തന്നെ അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് നമ്മൾ ചിക്കന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മസാലകൾക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. മസാലയ്ക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇടുക. മസാലയെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി അത് മസാലകളെല്ലാതെയും നന്നായി പുരണ്ടുന്ന രീതിയിൽ അതിനെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി അത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ ചിക്കൻ വേവുകയും അതിന് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ആ വെള്ളത്തിൽ തന്നെ നമ്മൾ വേവും. ചിക്കൻ വെന്തു എന്നറിയുന്ന ചിക്കനിൽ തന്നെ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. നന്നായി തെളിഞ്ഞ് വന്നു കഴിയുമ്പോഴേ നമ്മൾ കുറച്ച് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർക്കണം. ആ കാഷ്യൂനട്ട് വെള്ളത്തിലിടുന്നതോ അരയ്ക്കുന്നതോ ഒന്നും കാണിക്കാൻ വിട്ടുപോയതാണ്. കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് നന്നായി നമ്മൾ അതൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ എരിവിനനുസരിച്ചായിരിക്കണേ ചില്ലി ഫ്ലേക്സ് ഇടുക. ചില്ലി ഫ്ലേക്സ് ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് വിതറി നമ്മൾ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം എരിവ് തീരെ കുറവുള്ള ഒരു ചിക്കൻ കറിയാണ് കുട്ടികൾക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ. ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി നമുക്കിപ്പം തയ്യാറായ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.